ഞങ്ങളുടെ ആ ഒരു റോയൽ സഖി, അതായത് നിങ്ങളുടെ ഭാവി തലമുറയായ ഒരു കുഞ്ഞിനെ കാത്തുസൂക്ഷിക്കാൻ വരുന്ന ഒരു മാലാഖ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മാലാഖിനെ പക്ഷെ നിങ്ങൾക്ക് വെറുതെ കിട്ടില്ല. കാരണം ഞങ്ങളുടെ എല്ലാവിധ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്ത്, അതായത് ഒരു ഹാപ്പി എൻവയറമെന്റ്, അതായത് ഒരു ഹോളിസ്റ്റിക്കാളുടെ എൻവയറമെന്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു ഹോളിസ്റ്റിക്കാളുടെ കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം ആ ഒരു ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ ഞങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, ഞങ്ങൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടാവണം. എന്നാൽ മാത്രം അവിടെ റോയൽ സഖി എത്തുന്നതാണ്. റോയൽ സഖി എത്തുന്നത് കൊണ്ട് വേറൊന്നുമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ ഒരു കുഞ്ഞ് യാതൊരു പ്രശ്നമില്ലാത്ത, അതായത് അല്ലാത്ത കുഞ്ഞുങ്ങൾ, ഇപ്പൊ നമുക്ക് ദിനം പ്രതി വരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരു വശത്തിൽ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലെ വൈകല്യങ്ങൾ ഉണ്ടാവും. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ അതുപോലെ ആക്കി എടുത്തിരിക്കുന്നു. ഓക്കെ, കാരണം ഫോറിൻ പവേഴ്സ് അങ്ങനെ ഇവിടെ അറ്റ്മോസ്ഫിയർ ആക്കി കഴിഞ്ഞു. നമ്മുടെ പ്രാണവായു മലിനീകരണം, നമ്മുടെ വെള്ളം മലിനീകരണം, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും വിഷം, അതോടൊപ്പം മൈക്രോ പ്ലാസ്റ്റിക്, ഇതെല്ലാം അടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് പേർക്ക് ജീവിതം മടുത്തു, ശരീരം മടുത്തു നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ വരാൻ പോകുന്ന തലമുറയോ അവരെ ഇങ്ങനെ മതിയോ? കാരണം അതോടൊപ്പം അവരുടെ ഉള്ളിൽ പോകുന്ന റേഡിയേഷൻസ്, ഈ അറ്റ്മോസ്ഫിയറിലുള്ള റേഡിയേഷൻസ്, ഇതെല്ലാം ആ ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ചയെ നിൽ ചെയ്യിപ്പിച്ച് ഒരു ഫ്യൂച്ചറിലേക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഇപ്പോഴുള്ള പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യാതൊരു ആക്ടിവൻസ് ഇല്ല, യാതൊരു പ്രതികരണശേഷി ഇല്ല. ജസ്റ്റ് അവര് പോകുന്നു, ഗെയിം കളിച്ചിരിക്കുന്നു, നടക്കുന്നു. ആ ഒരു പ്രാപ്തി മാത്രം മതിയോ? പോരാ. ആ ഒരു ഹോളിസ്റ്റിക്കായുള്ള മാലാഖ വരുന്ന ആ ഒരു ഫാമിലിയില് ആ ഒരു കുഞ്ഞ് ഒരു ദൈവിക കുഞ്ഞായിരിക്കും. അതായത് അവനായിരിക്കും ഭാവി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അത്ര ഒരു സൂപ്പർ പവറുള്ള ഒരു കുഞ്ഞിനായിരിക്കും ആ ഒരു ഹോളിസ്റ്റിക്കായുള്ള റോയൽ സഖി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറൊന്നുമല്ല, റിലാക്സേഷന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിരിക്കണം. അതായത് ക്യാൻസർ വെജ് ഗാർഡൻ, ക്യാൻസർ ഫ്രൂട്ടി ഗാർഡൻ, കിൻഡോ ജംഗിൾസ്, ഹോളിസ്റ്റിക് റീചാർജിങ് റൂം, മിനറൽ വാട്ടർ സപ്ലൈ, അങ്ങനെ പുഷ്പ വൃന്ദാവനം, എല്ലാം 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 ഹെർബൽ ഗാർഡൻസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ റോയൽ ഭോജൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ പറ്റൂ. കാരണം നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാവിധ സന്തോഷം, ഇതെല്ലാം ആ ഒരു കുഞ്ഞാണല്ലേ. ആ ഒരു കുഞ്ഞിനെ ഒരിക്കലും വിഷത്തിൽ കൊണ്ടിടാൻ പറ്റില്ല. ആ ഒരു വിഷത്തിൽ കിടന്ന് വളരേണ്ടതല്ല നമ്മുടെ ഭാവി തലമുറ. അപ്പൊ അതുകൊണ്ട് തന്നെ റോയൽ സഖി എന്ന് പറയുന്ന റിലാക്സ് ഫോറസ്റ്റിന്റെ ഈ ഒരു പ്രൊജക്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ ആ ഒരു ഭാര്യനെ ശുശ്രൂഷിച്ച് ആ ഒരു കുഞ്ഞായി കഴിഞ്ഞാലും ആ ഒരു ശുശ്രൂഷ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ച 5 വയസ്സ് വരെ, അതായത് ആ ഒരു ഗർഭമാവുന്ന മുതൽ 5 വയസ്സ് വരെ ശുശ്രൂഷിക്കലാണ് അവന്റെ ഭാവി ഇരിക്കുന്നത്, അവന്റെ സംസ്കാരം ഇരിക്കുന്നത്. ഇതെല്ലാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വേദത്തിൽ പറയുന്ന രീതിയിലായിരിക്കും ആ ഒരു അമ്മ വളർന്നു വരുന്നത്, അതോടൊപ്പം തന്നെ ആ ഒരു കുഞ്ഞു വളർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 5 വർഷം ആ ഒരു കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. കാരണം അവനത് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആയി കഴിഞ്ഞു. അവന്റെ ആരോഗ്യവശത്താണെങ്കിലും അവന്റെ മെന്റൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും എല്ലാം എല്ലാം പെർഫെക്റ്റ് ആക്കി കഴിയുമ്പോൾ റോയൽസ് ആക്കി നിങ്ങളുടെ ആ ഒരു ഭവനത്തിൽ നിന്നും പോരുന്നതാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ആ ഒരു പ്രൊജക്ട്. അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും, അതായത് റിലാക്സ് ഫോറസ്റ്റ് സംരക്ഷിക്കുന്ന ആ ഒരു ഫാമിലി, ആ ഒരു കുടുംബം, ആ ഒരു നാട് സുരക്ഷിതമായിരിക്കും.